നീ എങ്ങനെ വീഡിയോ എടുക്കല്, നിന്റെ ക്യാമറാമാൻ ആരാണ് എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കലുണ്ട് കേട്ടോ. അതിനുള്ള ഉത്തരാട്ടോ ഈ വീഡിയോ. എന്റെ ക്യാമറാമാനും കഥയും തിരക്കഥയും സംഭാഷണവും ഒക്കെ ഞാൻ തന്നെ കേട്ടോ. നിങ്ങൾ ഈ കാണുന്ന സ്റ്റാൻഡിന്മേൽ എന്റെ മൊബൈൽ വെച്ചാട്ടോ ഞാൻ എന്റെ വീഡിയോ ഫുൾ ആയിട്ടും എടുക്കല്. ഏകദേശം ഒരു 3 മണിക്കൂറെങ്കിലും വേണം ഒരു 2 മിനിറ്റുള്ള വീഡിയോസ് ആയിട്ട് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കാൻ. അത്രത്തോളം റിസ്ക് ഇതിന്റെ പിന്നിലുണ്ട് കേട്ടോ. അതുകൊണ്ടാട്ടോ എല്ലാവരോടും ലൈക്കും ഷെയറും ഫോളോ ചെയ്യാനൊക്കെ പറയുന്നത്. ഇന്ന് കുക്കറിൽ കടലക്കറി ആട്ടോ ഉണ്ടാക്കുന്നത്. തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, സവാള, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പാകത്തിലുള്ള വെള്ളമൊക്കെ ഒഴിച്ച് അടുപ്പത്തേക്ക് വേവിക്കാൻ വെച്ച് അപ്പോഴേക്കും ചോറ് വെന്ത് റെഡി ആയിക്കണേ. അങ്ങനെ ചോറിലെ വെള്ളമൊക്കെ വാർത്ത് റെഡിയാക്കി മാറ്റി വെച്ച് രാവിലത്തെ ചായക്ക് വേണ്ടിയിട്ട് റാഗിപ്പൊടി കൊണ്ടുള്ള പുട്ടാട്ടോ ഉണ്ടാക്കുന്നത്. എന്നിട്ട് പൊടിയിലേക്ക് പാകത്തിന് ഉപ്പിട്ട വെള്ളം ഒഴിച്ച് നല്ലോണം കുഴച്ച് സെറ്റാക്കി എടുത്ത് എന്നിട്ട് കുഞ്ചിയിൽ വെള്ളം നിറച്ച് അടുപ്പത്തേക്ക് തിളപ്പിക്കാൻ വെച്ച് എന്നിട്ട് കുറ്റിയിലേക്ക് ആദ്യം തേങ്ങട്ട് കുറ്റി ഫുള്ളായിട്ട് പൊടി നിറച്ച് അടുപ്പത്തേക്ക് വേവിക്കാൻ വെച്ച് അപ്പോഴേക്കും കുക്കറിൽ വെച്ച കടല വെന്ത് റെഡി ആയിക്കിന്. അങ്ങനെ കറിയിലേക്ക് കുറച്ച് തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് വെളിച്ചെണ്ണയിൽ ചെറിയുള്ളിയും കറിവേപ്പിലയും നല്ലോണം താളിച്ചിട്ട് ഈ കടലക്കറി അതിലേക്ക് ഒഴിച്ചു കൊടുത്താണ്ടല്ലോ വല്ലാത്തൊരു ടേസ്റ്റ് തന്നെ കേട്ടോ ഈ കറിക്ക്. അങ്ങനെ എനിക്കിന്ന് 3 നേരത്തേക്കുള്ള കറിയും റെഡി ആയിട്ടോ. അടുത്തത് നമ്മളെ സ്പെഷ്യൽ മീൻ പൊരിച്ചതാട്ടോ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഫ്രൈ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് ഗ്യാസ് ഓൺ ആക്കി ഒന്ന് ഇളക്കി കൊടുത്ത് മസാല ചൂടായി വരുമ്പം ചതച്ച് വെച്ച കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയുള്ളിയും അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഒരു കഷ്ണം മാങ്ങയിലേക്ക് കുറച്ച് വെള്ളവും ഒഴിച്ച് നല്ലോണം ജ്യൂസ് അടിച്ചത് മസാലയൊക്കെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പാകത്തിലുള്ള ഉപ്പ് ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മീൻ മസാലയൊക്കെ ഇട്ട് 2 ഭാഗവും വേവിച്ചെടുത്തപ്പം ഒരു സ്മെല്ല് അങ്ങോട്ട് കേറി വന്നിക്കണ്. അവസാനം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തപ്പം സംഭവം സെറ്റായി. ഇതിങ്ങനെ കണ്ടിട്ട് ചട്ടിയോടൊക്കെ തന്നെ തിന്നാൻ തോന്നുന്നു കേട്ടോ. അങ്ങനെ വേഗം ഒരു കട്ടൻ ചായയും കാച്ചി അങ്ങനെ പ്ലേറ്റിലേക്ക് പുട്ടും കടലക്കറിയും മീൻ പൊരിച്ചതൊക്കെ എടുത്ത് വെച്ച് രാവിലത്തെ ചായ കൂടി കഴിച്ചിട്ടോ. എന്നിട്ട് വേഗം പോയി കുളിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കി ഷോപ്പിലേക്ക് പോവുക കേട്ടോ. ആകെയുള്ള ഒരു സമാധാനം ഉച്ചക്ക് വന്നിട്ട് ഫുഡ് ഉണ്ടാക്കാൻ നിൽക്കണ്ട. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ.